ഉച്ചയ്ക്ക് മൂർത്തിയും യമുനയും ഡ്രൈവറും വീട്ടിലെത്തിയപ്പോൾ ആദിയും പാറുവും അവിടെയില്ലായിരുന്നു. വീട് പൂട്ടിയിരിക്കുന്നതും കണ്ടു. യമുന പാറുവിന് ഫോൺ ചെയ്തു. അമ്മേ, ഞങ്ങൾ ആദിയേട്ടൻ്റെ ചെറിയമ്മയുടെ വീട്ടിലാണ്. ആകാശേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. പാറു വഴി പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോകാൻ മൂർത്തിക്ക് മടി. അപ്പോഴാണ് ആകാശ് അങ്ങോട്ട് വന്നത്. അവൻ പന്തലഴിക്കാൻ ആൾ വന്നപ്പോൾ എത്തിയതാണ്. പന്തലഴിച്ചു. മേശയും കസേരകളും മറ്റു സാധനങ്ങളുമായി അവർ പോകുകയും ചെയ്തു. വാടകയും കൊടുത്തു. ആകാശ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവർ വന്നത്. വീട് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആകാശ് അവരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ ആകാശ് തടഞ്ഞു. കാർ ഇവിടെ നിന്നോട്ടെ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആ പാടത്തിൻ്റെ നടുവിലൂടെ ഒരു എളുപ്പവഴിയുണ്ട്, ഷോർട്ട് കട്ട്, അതിലൂടെ പോകാം. ആകാശ് ഡ്രൈവറെയും കൂട്ടി മുന്നിൽ നടന്നു. പിന്നിൽ മൂർത്തിയും യമുനയും. മുറ്റത്ത് തന്നെ വിശ്വനുണ്ടായിരുന്നു. അയാൾ മൂർത്തിയെ സ്വീകരിച്ചു. മാലതി, യമുനയെയും ആകാശ് എല്ലാവരെയും സ്വീകരണ മുറിയിലിരുത്തി. മാലതി എല്ലാവർക്കും ചായ കൊടുത്തു. ചായ കുടിച്ചതിന് ശേഷം വിശ്വൻ പറഞ്ഞു, ഞാൻ ടൗണിൽ പോയി നെല്ല് വിറ്റതിൻ്റെ ക്യാഷ് വാങ്ങിയിട്ട് വരാം. അവർ ഇന്ന് ക്യാഷ് തരാമെന്നാണ് പറഞ്ഞത്. ഞാനും വരാം. മൂർത്തി എഴുന്നേറ്റു. വിശ്വൻ തൻ്റെ കാർ എടുത്തു. മൂർത്തി കോ ഡ്രൈവിംഗ് സീറ്റിലും കയറി. വിശ്വൻ കാർ മുന്നോട്ടെടുത്തു. ആകാശ് ഡ്രൈവറെയും കൂട്ടി പോയി ചിക്കൻ വാങ്ങി വന്നു. മാലതി അതിൽ നിന്ന് പകുതി എടുത്തു കറിയും വെച്ചു. ബാക്കി വറുക്കുകയും ചെയ്തു. വിശ്വനും മൂർത്തിയും അപ്പോഴേക്കും തിരിച്ചെത്തി. മാലതി ഫുഡ് വിളമ്പി. യമുനയും നിത്യയും സഹായിച്ചു. മൂർത്തിയും വിശ്വനും ഡ്രൈവറും ആകാശും ആദ്യം ഇരുന്നു. അത് കഴിഞ്ഞ് യമുനയും മാലതിയും നിത്യയും. ആദിയും പാറുവും അന്ന് തന്നെ എല്ലാ കുടുംബ വീടുകളിലും പോയി. ആദി എല്ലാവരെയും പാറുവിന് പരിചയപ്പെടുത്തി. പാറുവിനെ എല്ലാവർക്കും ഇഷ്ടമായി. വൈകുന്നേരത്തോടെ അവർ വീട്ടിൽ തിരിച്ചെത്തി. ആകാശിൻ്റെ വീട്ടിൽ പോയി മൂർത്തിയെയും യമുനയെയും ഡ്രൈവറെയും കൂട്ടിക്കൊണ്ടുവന്നു. അവർ പിറ്റേന്ന് 7 മണിക്ക് തന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു വെച്ചു. രാത്രിയിലേക്ക് ആദി ഫുഡ് ഓർഡർ ചെയ്തു. അത് കഴിച്ചു. എല്ലാവരും നേരത്തെ തന്നെ കിടന്നു. ആദി പാറുവിനെ നെഞ്ചിൽ കിടത്തി. ആദിയേട്ടാ, പാറു പതുക്കെ വിളിച്ചു. എന്താടി? ആദി അവളെ നോക്കി. നമ്മളിന്ന് പോയില്ലേ അമ്മാവൻ്റെ വീട്ടിൽ? അവിടെ ഒരു പെൺകുട്ടി വിഷമത്തോടെ ആദിയേട്ടനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ സംഭവം? അത് അമ്മാവൻ്റെ ചെറിയ മോളാ. അവൾക്ക് എന്നിലൊരു കണ്ണുണ്ടായിരുന്നു. അമ്മാവൻ അത് എൻ്റെ അമ്മയോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ബ്ലഡ് റിലേഷൻ. മാത്രവുമല്ല, എൻ്റെ അച്ഛൻ്റെ കമ്പനി തകർന്നപ്പോൾ അമ്മാവൻ ആ ആലോചന വേണ്ടെന്ന് വെച്ചതാണ്. എനിക്ക് ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ ബന്ധം വേണ്ടെന്ന് വെച്ചതാണ്. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ആകാശും അവൻ്റെ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് എപ്പോഴും. നിന്നെ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് ആകാശിൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ പോയത്. ഇന്നലെ നടത്തിയ റിസപ്ഷനും അവൻ്റെ വാശിയാണ്. ഇപ്പോൾ എല്ലാവരും ബന്ധം പുതുക്കാൻ വരുന്നുണ്ട്. നീയും അവരെ ഒക്കെ ഒരകലത്തിൽ നിർത്തിയാൽ മതി. പാറു സമ്മതിച്ചു. ആ രാത്രിയും ആദി പാറുവിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആകാശ് റൂമിൽ എത്തുമ്പോൾ നിത്യ കിടന്നിരുന്നു. അക്കുവേട്ടൻ എന്താ നേരം വൈകിയത്? ഞാൻ കുറേ നേരം നോക്കി. നിത്യ മുഖം വീർപ്പിച്ചു. എൻ്റെ നിത്യകുട്ടി, അവിടെ അച്ഛൻ നെല്ലിൻ്റെ കണക്ക് ഏൽപ്പിച്ചിരുന്നു. അത് റെഡിയാക്കി ക്യാഷ് എണ്ണി നോക്കി അച്ഛനെ ഏൽപ്പിച്ചു. ഇനി അത് നാളെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നിത്യ മൂളിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു. നീ മരുന്ന് കഴിച്ചോ? അവൻ ചോദിച്ചു. ഞാൻ മറന്നുപോയി. ഇനി നാളെ കുടിക്കാം. അവൾ മടിയോടെ കമിഴ്ന്ന് കിടന്നു. അത് പറ്റില്ല, എഴുന്നേൽക്ക്. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആദ്യം തന്നെ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു വെച്ചു. പിന്നെ ടാബ്ലറ്റ് എടുത്ത് അവൾ നിത്യയുടെ വായിലേക്കിട്ടു. വെള്ളവും കുടിപ്പിച്ചു. അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്തു അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ പാറു എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി. ഒരു ചുരിദാറാണ് അവളിട്ടത്. പിന്നെ ആദ്യയും വിളിച്ചുണർത്തി. അവനും വേഗം കുളിച്ച് ഡ്രസ്സ് ചെയ്തു. അയയിൽ കിടന്ന ഡ്രസ്സെല്ലാം പാറു പാക്ക് ചെയ്തു. രണ്ടുപേരും താഴേക്ക് വന്നപ്പോൾ മൂർത്തിയും യമുനയും ഡ്രൈവറും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആദി വാതിലെല്ലാം അടച്ചുപൂട്ടി. താക്കോൽ അങ്ങോട്ട് വന്ന ആകാശിൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ ഇനി എന്നാ അങ്ങോട്ട്? ആദി ചോദിച്ചു. ഇവിടെ അമ്മയ്ക്ക് മരുമോളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ ഒരാഗ്രഹം. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു കാണാം, ആകാശ് പറഞ്ഞു. എന്നാൽ അതുവരെ ഇവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്ക്, ആദി പറഞ്ഞു. ആകാശ് തലയാട്ടി. ആദിയും പാറുവും യമുനയും കാറിൻ്റെ പിന്നിൽ കയറി. മൂർത്തി മുന്നിലും. എന്നാൽ ശരി, അവിടെ വെച്ച് കാണാം, മൂർത്തി പറഞ്ഞു. ആകാശ് തലകുലുക്കി. ഡ്രൈവർ കാറെടുത്തു. ആകാശ് തിരിച്ച് വീട്ടിലേക്ക് പോയി. നിത്യ
ഉണർന്നു കുളി കഴിഞ്ഞു താഴേക്ക് ഇറങ്ങിയിരുന്നു. അവൾ അലക്കാനുള്ള ഡ്രസ്സുമായി കുളത്തിലേക്ക് പോയി. തന്നെക്കൊണ്ട് കഴിയും വിധം അവിടെയുള്ള അലക്കുകല്ലിൽ വെച്ച് എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്തു കുളത്തിൻ്റെ കരയിലുള്ള അയയിൽ വിരിച്ചിട്ടു. ആകാശ് വീട്ടിലെത്തിയപ്പോൾ നിത്യയെ കണ്ടില്ല. അവൻ റൂമിലൊക്കെ പോയി നോക്കി. അമ്മേ, നിത്യയെ കണ്ടോ? അവൻ തിരക്കി. ഒരു ബക്കറ്റുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിരുന്നു. അവർ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലേക്ക് പോയി. ആകാശ് പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ ചുറ്റും നടന്നു. പിൻഭാഗത്ത് കുളത്തിൽ നിന്നും അലക്കുന്ന സൗണ്ട് കേട്ട് അവൻ അങ്ങോട്ട് നടന്നു. അവൻ അന്തം വിട്ടു നിന്നു. കുറച്ച് ഡ്രസ്സ് അയയിൽ വിരിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കഴുകി വച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് കഴുകിക്കൊണ്ടിരിക്കുന്നു. ആകാശ് മിണ്ടാതെ ഏറ്റവും മുകളിൽ സ്റ്റെപ്പിൽ അവൾ ചെയ്യുന്നത് നോക്കിയിരുന്നു. അവൾ ആകെ നനഞ്ഞിരുന്നു. ആകാശിന് സന്തോഷം തോന്നി. അറിയില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എല്ലാം അലക്കി കഴിഞ്ഞു വെള്ളത്തിലിറങ്ങി കഴുകിയെടുത്തു. നിത്യ ബക്കറ്റിൽ എടുത്തു വച്ചു. നനഞ്ഞ ഡ്രസ്സായതുകൊണ്ട് തന്നെ അത് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ആകാശ് അത് അയയുടെ ചുവട്ടിൽ കൊണ്ടുവച്ചു. നിത്യ അതെല്ലാം വിരിച്ചിട്ടു. അക്കുവേട്ടാ, ഞാൻ നനഞ്ഞു. ഈ ഡ്രസ്സിൽ അകത്ത് കയറിയാൽ അമ്മ ചീത്ത പറയോ? അവൾ ആകാശിനെ നോക്കി. പുറത്തൊരു ബാത്റൂം അത്യാവശ്യമാണെന്ന് ആ നിമിഷം അവന് തോന്നി. ഇല്ല, നീ പോയിക്കോ. അതിനു മുമ്പ് ഡ്രസ്സിൻ്റെ അടിഭാഗം ഒന്ന് പിഴിഞ്ഞു വെള്ളം കളഞ്ഞേക്ക്, അവൻ പറഞ്ഞു. നിത്യ തന്നെ കൊണ്ട് കഴിയും വിധം പിഴിഞ്ഞു വെള്ളം കളഞ്ഞു. പിന്നെ ബക്കറ്റും എടുത്ത് അകത്തേക്ക് നടന്നു. കൂടെ ആകാശും. അവൾ പോകുന്ന ഭാഗത്തുള്ള വെള്ളം ആകാശ് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരുന്നു. മാർബിളാണ്. ആരും കാണാതെ ചവിട്ടി വഴുക്കി വീഴരുത്. നിത്യ ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ കയറി രണ്ടാമതും കുളിച്ചു. ഇറങ്ങുമ്പോൾ അവിടെ ആകാശം ഉണ്ടായിരുന്നു. വെള്ളം ഇറ്റ് വീഴുന്ന അവളുടെ മുടി അവൻ നല്ലോണം തോർത്തി കൊടുത്തു. പിന്നെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോഴാണ് അവൻ അവളുടെ നെറ്റി ശ്രദ്ധിക്കുന്നത്. അവൻ തന്നെ അവളുടെ നെറ്റിയിൽ ഒരു സ്റ്റിക്കർ പൊട്ടിച്ചു വച്ചു. നെറുകയിൽ സിന്ദൂരവും തൊട്ട് കൊടുത്തു. വാ, ചായ കുടിക്കാം. ആകാശ് അവളെയും കൊണ്ട് താഴേക്കിറങ്ങി. ചായ കുടിച്ചതിന് ശേഷം ആകാശ് അവിടെയുള്ള ബ്രാഞ്ച് ഓഫീസിലേക്ക് പോയി. ഫയലെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. പ്രതീക്ഷിക്കാതെ, മുൻകൂട്ടി അറിയിക്കാതെ മുതലാളിയുടെ തുല്യസ്ഥാനമുള്ള മാനേജർ ഓഫീസിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഒന്ന് പേടിച്ചിരുന്നു. കുറച്ച് മാസങ്ങളായി ആകാശും ആദിയും അവിടെ പോകാത്തത് കാരണം സ്റ്റാഫ് എല്ലാവരും ഒന്ന് ഉഴപ്പിയിരുന്നു. അവിടെ ചാർജുള്ള അസിസ്റ്റൻ്റ് മാനേജരും ഓഫീസ് കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുത്തില്ല. ഇത് ആകാശും ആദിയും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ മിന്നൽ സന്ദർശനം. ഫയലെല്ലാം ചെക്ക് ചെയ്ത ആകാശ് അത് ആദിക്ക് അയച്ചു കൊടുത്തു. ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ ഒരു കോൺഫറൻസ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. എല്ലാ സ്റ്റാഫുകളും മീറ്റിംഗ് ഹാളിൽ ഹാജരായി. ആകാശിൻ്റെ ലാപ്ടോപ്പിൽ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചു. ആകാശ് ലാപ്ടോപ്പ് പ്രൊജക്ടറുമായി കണക്ട് ചെയ്തു. ആദി വൈറ്റ് സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. മീറ്റിംഗ് തുടങ്ങി. ആദ്യം തന്നെ ആകാശ് ഫയലിലെ തെറ്റ് വന്ന ഭാഗങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചത് ഓരോരുത്തർക്കും നൽകി. ആദി ഓരോ ഫയലിലെയും മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണി? ഇങ്ങനെ ഇത്രയും കൂടുതൽ തെറ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു? ഇതിൻ്റെ കാരണം ബോധിപ്പിച്ചിട്ട് ഇനി വർക്ക് എടുത്താൽ മതി. ഓരോരുത്തരും കാരണം രേഖാമൂലം ഇന്ന് തന്നെ സ്വന്തം കൈപ്പടയിൽ A4 ഷീറ്റിൽ എഴുതി ആകാശിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ നാളെ മുതൽ ആരും ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായല്ലോ? ആദി സ്ക്രീനിൽ നിന്ന് മാഞ്ഞുപോയി. ആകാശ് മാറിൽ കൈ കെട്ടി ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കി. എല്ലാവരും തല കുമ്പിട്ടിരിക്കുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഓരോരുത്തരും കാരണം എഴുതി എൻ്റെ ക്യാബിനിൽ കൊണ്ടുവരണം, ആകാശ് പറഞ്ഞുകൊണ്ട് ക്യാബിനിലേക്ക് കയറിപ്പോയി. ജൂനിയർ സ്റ്റാഫിൽ ചിലർ ശരിക്കും പരിശീലനം കിട്ടിയില്ലെന്നും അസിസ്റ്റൻ്റ് മാനേജർ ആരെയും ശ്രദ്ധിക്കുന്നില്ലെന്നും സംശയം ചോദിച്ചാൽ പറഞ്ഞു തരില്ലെന്നും ചിലപ്പോൾ ഷൗട്ട് ചെയ്യുമെന്നും റിപ്പോർട്ട് എഴുതി ആകാശിന് കൊടുത്തു രക്ഷപ്പെട്ടു. ആകാശ് അതെല്ലാം ഒരു ഫയലാക്കി സൂക്ഷിച്ചു. പിന്നെ തെറ്റ് വന്ന ഫയലുകളെല്ലാം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. നിത്യ കുറച്ചു നേരം പച്ചക്കറികൾ മുറിക്കാൻ മാലതിയെ സഹായിച്ചു. പിന്നെ തൊടിയിലൊക്കെ ഒന്ന് റോന്ത് ചുറ്റി. വിശ്വൻ്റെ പിന്നാലെ കൃഷിയിടത്തിൽ ചുറ്റിത്തിരിഞ്ഞു. പിന്നെയും വീട്ടിനുള്ളിൽ കയറി. മാലതിയുടെ പണിയെല്ലാം കഴിഞ്ഞിരുന്നു. നിത്യയ്ക്ക് ആകാശിനെ കാണണമെന്ന് തോന്നി. പക്ഷേ ഓഫീസിൽ പോകാൻ വഴി അറിയില്ലല്ലോ. അവൾ ആകാശിന് ഫോൺ ചെയ്തു. വളരെ തിരക്കിലായിരുന്നു അവൻ, വളരെ ദേഷ്യത്തിലും. ഫയലെല്ലാം തെറ്റാണ്. അത് മുഴുവൻ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ബില്ലും ഫയലിലെ കണക്കും മാച്ചാകുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവൻ. അപ്പോഴാണ് നിത്യ വിളിക്കുന്നത്. ആദ്യം അവൻ കോൾ ശ്രദ്ധിച്ചില്ല. നിത്യ പിന്നെയും വിളിച്ചു.
ഫോണിൻ്റെ കോളിംഗ് സൗണ്ട് കേട്ട് ദേഷ്യം പിടിച്ച അവൻ സ്ക്രീൻ നോക്കാതെ കോളെടുത്തു ചെവിയോട് ചേർത്തു. എന്താ, എന്തു വേണം? ആകാശ് പൊട്ടിത്തെറിച്ചു. നിത്യയ്ക്കൊന്നും മനസ്സിലായില്ല. അക്കുവേട്ടൻ തന്നെയാണോ ഇപ്പോൾ സംസാരിച്ചത്? അക്കുവേട്ടാ, ഇത് ഞാനാ, നിത്യ, അവൾ വ്യക്തമാക്കി. ആകാശ് ഒരു നിമിഷം കണ്ണടച്ചു. തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. എന്തിനാ വിളിച്ചത്? അവൻ ചോദിച്ചു. അക്കുവേട്ടൻ എപ്പോഴാ വരിക? എനിക്കിവിടെ ഒറ്റയ്ക്ക് മടുത്തു, അവൾ പറഞ്ഞു. ഞാനിവിടെ തിരക്കില്ല, എനിക്ക് ഇപ്പോൾ വരാൻ കഴിയില്ല, ആകാശ് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം, ലൊക്കേഷൻ സെൻഡ് ചെയ്താൽ മതി, അവൾ പറഞ്ഞു. എനിക്കതിന് സമയമില്ല, നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആകാശ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. നിത്യ മുഖം വീർപ്പിച്ചു. അവൾ വിശ്വനെ സമീപിച്ചു. അച്ഛാ, ഇവിടെ ആദിയേട്ടൻ്റെ ഓഫീസ് എവിടെയാ? സ്ഥലമൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അങ്ങോട്ട് പോകാനാ. വിശ്വൻ കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തു. നിത്യ പെട്ടെന്ന് തന്നെ കുറച്ച് ഇറക്കമുള്ള ഒരു മെറൂൺ കളർ ടോപ്പും ബ്ലാക്ക് ലൂസ് ഫിറ്റ് ജീൻസും എടുത്തിട്ടു. നീളമുള്ള മുടി പോണിടെയിൽ കെട്ടി, കണ്ണെഴുതി ഒരു പൊട്ടും തൊട്ടു. സിന്ദൂരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. താലിച്ചെയിൻ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടു. അമ്മേ, ഞാൻ അക്കുവേട്ടൻ്റെ ഓഫീസിലേക്ക് പോവുക. ഫുഡ് കൊണ്ടുപോകണോ? അവൾ ചോദിച്ചു. മാലതി അവർക്ക് 2 പേർക്കുമുള്ള ടിഫിൻ ശരിയാക്കി കൊടുത്തു. കുടിക്കാൻ ഒരു വലിയ ബോട്ടിലിൽ തിളപ്പിച്ചറിയ വെള്ളവും കൊടുത്തു. നിത്യ പോർഷയുടെ കീയും എടുത്ത് പുറത്തിറങ്ങി. ആകാശ് അവൻ്റെ ബൈക്കിലാണ് പോയത്. നിത്യ ഫുഡ് വെച്ച ഷോപ്പർ കാറിൻ്റെ പിൻസീറ്റിൽ ഭദ്രമായി വെച്ചു. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാർ മുന്നോട്ടെടുത്തു. അവൾ ആദ്യം പോയ മെഡിക്കൽ ഷോപ്പ് കഴിഞ്ഞു. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. അവൾ കാറിൻ്റെ സ്പീഡ് കൂട്ടി. 20 മിനിറ്റ് കൊണ്ട് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞു അവൾ ഓഫീസിൻ്റെ മുന്നിലെത്തി. സെക്യൂരിറ്റി അവളെ തടഞ്ഞു. ആരാ? എന്തു വേണം? ഓഫീസിൻ്റെ സമയം കഴിഞ്ഞല്ലോ. മാത്രമല്ല സാർ അവിടേക്ക് ആരെയും കടത്തി വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അയാൾ പറഞ്ഞു. ഞാൻ ഇവിടെ ആകാശ് സാറിനെ കാണാൻ വന്നതാ, അവൾ പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആകാശ് സാറിൻ്റെ വൈഫാണ്, അവൾ പറഞ്ഞു. പിന്നെ കല്യാണം കഴിക്കാത്ത ആകാശ് സാറിൻ്റെ ഭാര്യ. ഒന്ന് പോയേ കൊച്ചേ, അയാൾ അവളെ പരിഹസിച്ചു. അവൾ ആകാശിന് ഫോൺ ചെയ്തു. അവൻ കോൾ എടുത്തില്ല. അവൾ നിരാശയോടെ ഒന്നാലോചിച്ചു. പിന്നെ സൂരജിന് ഫോൺ ചെയ്തു. അതും വീഡിയോ കോൾ. സൂരജ് സ്റ്റേഷനിൽ ആയിരുന്നെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ കോൾ എടുത്തു. കാരണം നിത്യ സാധാരണ ഡ്യൂട്ടി സമയത്ത് ഫോൺ ചെയ്യാറില്ല. എന്താ മോളെ, ഇപ്പോൾ ഒരു വിളി? പ്രശ്നം വല്ലതും ഉണ്ടോ? സൂരജ് ചോദിച്ചു. അച്ഛാ, ഞാൻ അക്കുവേട്ടനെ കാണാൻ വന്നതാ ഓഫീസിലേക്ക്. ഈ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു വെച്ചു, അകത്തേക്ക് വിടുന്നില്ല. അവൾ ഫോൺ സ്ക്രീൻ സെക്യൂരിറ്റിയുടെ നേരെ തിരിച്ചു പിടിച്ചു. എന്താടോ അവിടെ? എന്തിനാ എൻ്റെ മോളെ തടഞ്ഞത്? ആകാശ് അവളുടെ ഹസ്ബൻഡാണ്, സൂരജ് പറഞ്ഞു. വലിയൊരു പോലീസ് ഓഫീസറെ കണ്ടതും സെക്യൂരിറ്റി പേടിച്ചുപോയി. അയാൾ അപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു. നിത്യ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി വിട്ടു. അവൾ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഷോപ്പറും എടുത്തു. ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി. ആകാശിൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ഓഫീസിൽ എല്ലായിടത്തും ഒന്ന് കറങ്ങി. ആകാശിന് റിപ്പോർട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷം അവളിലേക്കായി. എല്ലാവരും തങ്ങളുടെ ടെൻഷൻ മറന്നു അവളെ തന്നെ നോക്കിയിരുന്നു. ഓഫീസിലെ അഭിലാഷ് എന്ന കോഴി എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു. കുട്ടി ആരാ? എന്താ ഇവിടെ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അവൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ആകാശ് സാറിൻ്റെ ക്യാബിൻ എവിടെയാ? അവൾ ചോദിച്ചു. പുതിയ സ്റ്റാഫാണോ? അവൾ മൂളി. അവൻ സന്തോഷത്തോടെ അവളുടെ കൂടെ പോയി ആകാശിൻ്റെ ക്യാബിൻ കാണിച്ചു കൊടുത്തു. താങ്ക്സ് ഏട്ടാ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെൽക്കം. അവൻ അവൾക്ക് നേരെ ഷേക്ക് ഹാൻഡിന് കൈ നീട്ടി. അവൾ കൈ കൊടുത്തു. അവൻ അവളുടെ പൂ പോലെ സോഫ്റ്റായ കൈ പിടിച്ചു 2 വട്ടം കുലുക്കി. നിത്യ കൈ പിൻവലിച്ചു. പിന്നെ ഗ്ലാസ് ഡോർ തുറന്നു ക്യാബിനിലേക്ക് കയറി. ആകാശ് കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് വന്നു അവളുടെ കയ്യിൽ നിന്ന് ഷോപ്പർ വാങ്ങി ക്യാബിനോട് തൊട്ടുള്ള റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ ക്യാബിൻ്റെ ഡോർ തുറന്നു നോക്കി. അഭിലാഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ? നിനക്ക് ജോലിയൊന്നുമില്ലേ? അവൻ ചോദിച്ചു. ഉണ്ട് സാർ, അത് ആ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് കരുതി. ആ കുട്ടി ഇവിടെ പുതിയ ആളല്ലേ, അഭിലാഷ് വിനയത്തോടെ പറഞ്ഞു. അവളുടെ കാര്യം അവളുടെ ഹസ്ബൻഡായ ഞാൻ നോക്കിക്കോളാം. താൻ പോയി എനിക്ക് തരാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ താൻ ഇവിടെ കാണില്ല,
ആകാശ് ഗൗരവത്തോടെ പറഞ്ഞു.